ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 57. നല്ല മഴയാണ്, പുറത്തും മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം അടക്കാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളും അടച്ചിട്ടുണ്ട്. എന്നാലും എനക്ക് കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ മൈക്കിലും കേൾക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ ആ ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ നമ്മളെ വീഡിയോസിൽ അത്യാവശ്യം നോയ്സ് ഉണ്ട്, എന്നാൽ ഇപ്രാവശ്യം ചിലപ്പോൾ അധികം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് ഐക്യൂടെ നിയോ 10 നാളെ തിങ്കളാഴ്ചയാണ് ലോഞ്ച് ചെയ്യുന്നത്. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ 27-ാം തീയതിയാണ് റിയൽമിയുടെ GT7 സീരീസ് വരുന്നത്. GT7ഉം GT7Tയും വരുന്നുണ്ട്. ഓവറോൾ എല്ലാ സ്പെക്കൊക്കെ തന്നെ ഇപ്പോൾ റിവീൽ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഭയങ്കര കഴിഞ്ഞ പ്രൈസ് മാത്രമേ ഇപ്പോൾ അറിയാനുള്ളൂ. അപ്പം നാളെ മറ്റന്ന് നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വെയിറ്റ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ. കാരണം ഇൻസ്റ്റാഗ്രാം നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെക് വിത്ത് അഭിനവൊക്കെ ഇപ്പം ബുധനാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. പിന്നീട് നത്തിങ് ഫോൺ 3 ജൂലൈ മാസം വരുമെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള നത്തിങ് ആ ഒരു കാര്യം എന്താണ് റിവീൽ അവർ പുറത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ജൂലൈ മാസത്തിലാണ് നത്തിങ് ഫോൺ 3 വരുന്നത്. ലോഞ്ച് ഡേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ അവരൊരു വീഡിയോ പുറത്തുവിട്ടുണ്ടായിരുന്നു കാൾപ്പേ. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു 80,000 90,000 ആ ഒരു പ്രൈസ് കാറ്റഗറിയിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഒരു സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് തന്നെ ആയിരിക്കും എന്തായാലും അതിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നത്തിങ് ഫോൺ അത്രയും പ്രൈസിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങും. ഒന്നാമത്തെ കാര്യം പുതിയൊരു ബ്രാൻഡാണ്. അത്രയും ബാക്കിയുള്ള ഇപ്പം ഐക്യു ആണെങ്കിലും OnePlus അവരൊന്നും ആ റേഞ്ചിലേക്ക് ഫോൺ സെയിൽ ചെയ്യുന്നില്ല. ആകെ ആ ഒരു ഷവോമി മാത്രമാണ് ഇപ്പം. ഷവോമി വിവോ ഒക്കെ പണ്ടേ ഉണ്ട് എന്ന് പറയാം. പിന്നെ ഷവോമി അങ്ങനെ ആൾക്കാർ വാങ്ങുന്നില്ല 1,00,000 രൂപക്ക് മുകളിലായതുകൊണ്ട് തന്നെ. അപ്പം നത്തിങ് ഇങ്ങനെ ഒരു ഫോൺ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് പറയാം കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ WWDC 25 വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഗ്രസ്, അതായത് അവരുടെ iOS 19ഉം iPadOS-ഉം tvOS-ഉം പിന്നെ macOS അങ്ങനെ എല്ലാ OS-ഉം ലോഞ്ച് ചെയ്യുന്ന പുതിയ മോഡൽ വരുന്ന ഒരു ഇവൻ്റാണ് WWDC എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ജൂൺ മാസത്തിൽ വരും എന്നുള്ളത് ഓൾറെഡി അവർ കുറച്ച് മാസം മുമ്പേ തന്നെ റിവീൽ ചെയ്തതാണ്. ഡേറ്റ് ഇപ്പോൾ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ജൂൺ 9-ാം തീയതിയാണ് ഈ ഒരു ഇവൻ്റ് നടക്കുന്നത്. അന്ന് പുതിയ iOS 19 അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്ന് അവർ പുറത്ത് വിടും, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ iOS 19 വരുന്നത് പുതിയ ആപ്പിൾ iPhone 16 അല്ല 17, ഇപ്പോൾ 16 ആണെന്നുള്ളത്. അപ്പോൾ 17 സീരീസ് ആയിരിക്കും പുതിയ iOS 19 വരുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റം വരുമെന്നും കേൾക്കുന്നുണ്ട്, എന്നാലും അറിയത്തില്ല. എന്തായാലും ജൂൺ മാസം 9-ാം തീയതിയാണ് ആ ഒരു ഇവന്റ് നടക്കുന്നത്. പിന്നെ അങ്ങ് ചൈനയിൽ ഐക്യു നിയോ 10 Pro Plus എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പേ നമ്മൾ അതിന്റെ അനൗൺസ്മെന്റ് വന്നു എന്ന് പറഞ്ഞ സ്പെക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഫോൺ ഒഫീഷ്യലായിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലല്ല. അവിടെ ഒരു 35,000 രൂപ ആ റേഞ്ചാണ് ആ ഫോണിന്റെ പ്രൈസ് വരുന്നത്. അതിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 8th Gen 4 ചിപ്സെറ്റും 6800 mAh ബാറ്ററി 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഐക്യു നിയോ 10 പോലുള്ള ഒരു സ്പെക്കാണ്. കുറച്ചും കൂടെ അധികം ലെവലിൽ ആ ഫോൺ ഉണ്ട് എന്നേ ഉള്ളൂ. ഡിസൈൻ വൈസ് ഒക്കെ ഐക്യു നിയോ 10 Pro ഇല്ല, അതിൻ്റെ എക്സാക്ട് ഡിസൈനാണ് വരുന്നത്. ഈ ഐക്യു നിയോ 10 Pro ഇന്ത്യയിലേക്ക് എപ്പം വരും എന്ന് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നിയോ 10-നേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഐക്യു നിയോ 10 Pro ആണ്. കാരണം കഴിഞ്ഞ വർഷം ഐക്യു നിയോ 9 Pro ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ലെവൽ ഫോണായിരുന്നു, ഒരുപാട് പേര് വാങ്ങിച്ചു. അത്രക്കും എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു ആ ഒരു പ്രൈസ് പോയിന്റ്. അപ്പോൾ ഐക്യു നിയോ 10 Proക്കും വേണ്ടി ഒട്ടുമിക്ക ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് വരും, നാളെ വരും, അടുത്ത മാസം വരും എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ യാതൊരു തരത്തിലുള്ള ന്യൂസും വരുന്നില്ല കേട്ടോ. ഇത് എന്തായാലും ഇന്ത്യയിലേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് എപ്പം വരും എന്നുള്ളതിന് ഒരു രീതിയിലുള്ള ന്യൂസോ ഇപ്പം വരുന്നേയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടുമിക്ക വീഡിയോയിൽ നമ്മൾ പറയാത്തത്. പക്ഷെ കമൻറ്റ്സ് വരാറുണ്ട്, ബ്രോ എപ്പോഴാണ് അതിൻ്റെ ലോഞ്ച് ഇവൻറ്റും. അതുപോലെ തന്നെ പോക്കോ F7 കുറിച്ചും പറയാറുണ്ട്. പക്ഷെ പോക്കോ F7 ഇപ്പം ചില സർട്ടിഫിക്കേഷനൊക്കെ തന്നെ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഈ ഒരു ഫോൺ വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പോക്കോ F7 ആണ്. ഐക്യു നിയോ 10 Proയെ പറ്റി ഒരു അറിവുമില്ല. എന്തായാലും വരും എന്നുള്ളത് അറിയാം, പക്ഷെ എപ്പം വരും എന്നുള്ളത് ഒരു കാര്യങ്ങളും വരുന്നില്ല കേട്ടോ. വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്യുക, കാരണം അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ വിവോയുടെ ഒരു കോമ്പാക്ട് ഫോൺ വരുന്നുണ്ട്, ഇന്ത്യയിലേക്കാണ് വരുന്നത്. ചൈനയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവോയുടെ
V30 Pro Mini എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിലേക്ക് വിവോ V16 സീരീസിൽ വരും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, വിവോയുടെ X200 FE എന്ന മോഡലായിട്ടാണ് ഈ ഒരു കോമ്പാക്ട് ഫോൺ വരുന്നത്. ഇപ്പൊ അതിന്റെ ചില സർട്ടിഫിക്കേഷൻ BIS സർട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 6.3 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 6500 mAh ബാറ്ററി വരുന്നുണ്ട്. ഡിമെൻസിറ്റിയുടെ 9400E എന്ന പ്രോസറാണ് വരുന്നത്. ഇത് എക്സാക്ട് പ്രോസറാണ് റിയൽമി GT7 വരുന്ന അതേ പ്രോസറോട് വെച്ചുകൊണ്ട് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള നല്ല ബാറ്ററി ബാക്കപ്പും നല്ല പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഒരു ഉഗ്രനായിട്ടുള്ള വിവോ ഫോൺ വരുന്നുണ്ട്. അത് X സീരീസിലായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസ് പോയിന്റിലായിരിക്കട്ടെ എന്തായാലും വരുന്നത്. ക്യാമറ ആണെങ്കിൽ 50 MB ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ടെലിഫോട്ടോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡിസൈൻ വൈസും ആ ഒരു വിവോ V30 Pro മിനിയുടെ ആ ഒരു എക്സാക്ട് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ ഉഗ്രനായിരിക്കും എന്നാലും അത് തന്നെ ആയിരിക്കും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ വിവോരെ ഇപ്പം ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും ഇപ്പോൾ കോമ്പാക്ട് ഫോണാണ് ശ്രദ്ധിക്കുന്നത്. OnePlusന്റെ 13S കൂടെ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്രാൻഡിന്റെ ഒരു കോമ്പാക്ട് ഫോൺ ആയിരിക്കും മെയിൻ നമ്മൾ അങ്ങോട്ട് കാണുന്നത്. പിന്നെ ഐക്യൂടെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ ഐക്യൂടെ C9 ലൈറ്റിന്റെ പുതിയ മോഡലായിട്ടുള്ള IQ C10 ലൈറ്റും വിവോയുടെ T4 ലൈറ്റും വരുന്നുണ്ട് അടുത്ത മാസം. ഇത് എന്തായാലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ചില സർട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ അതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ വരുന്ന അനുസരിച്ച് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാട്ടോ. നോർമലി ഇത് വരാറ് ഒരു 10,000-12,000 രൂപ ആ റേഞ്ചിലാണ്. അപ്പം ഈ ഒരു പുതിയ മോഡലും ആ ഒരു എക്സാക്ട് പ്രൈസ് പോയിന്റ് തന്നെ ആയിരിക്കും എന്തായാലും വരുന്നത്. കാരണം അതിന്റെ കൂടുതൽ എന്തായാലും വരത്തില്ല, കുറയാനും എന്തായാലും ചാൻസ് ഇല്ല. പിന്നെ ചൈനയിൽ ഷോമിയുടെ CV5 Pro എന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റും 6000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് ചൈനയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തത്. പക്ഷെ ഒരു ഒറ്റ കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വന്ന ഷവോമി 14 CV ഇല്ലേ, അതിലും ഉണ്ടായ ഒരു കോമഡിയാണ് ഈ ഡൈനാമിക് ഐലൻഡ്. എടേ ഐഫോണിൽ ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, ഓക്കെ കൊള്ളാം. പക്ഷെ അത് ആൻഡ്രോയിഡിലേക്ക് വരുമ്പോൾ ഭയങ്കര കോമഡിയാണ്. കാരണം ഒരു ഡുവൽ ക്യാമറയും ഇതൊക്കെ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട് അവര്. പക്ഷെ എന്നാലും ഇതെങ്ങനെ പുറത്തെടുത്തിട്ട് എങ്ങനെ പോലെ ഐഫോൺ ഉള്ളവർ നല്ല വൃത്തി കളിയാക്കും. ഈ ഡൈനാമിക് ഐലൻഡ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിയാക്കും. അമ്മാതിരി കോമഡി ആയിരിക്കും. അതാണ് എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഈ സിവിയിൽ ഇറങ്ങിയ ഇപ്പൊ ഇന്ത്യയിലേക്കും ഈ ഒരു ഫോൺ വരാണെങ്കിൽ ആ ഒറ്റ കാര്യമാണ് ഏറ്റവും എനിക്ക് ഒരു കുറവായിട്ട്. ചിലപ്പം അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് കാണുമ്പോൾ ഐഫോൺ കോപ്പി അടിച്ച പോലെ തന്നെയല്ലേ ആൾക്കാർ എന്തായാലും കളിക്കും. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കളിയാക്കി കൊല്ലും. പിന്നെ ഇൻഫിനിക്സിന്റെ ഒരു ഗെയിമിംഗ് ഫോൺ വരുന്നുണ്ട്, അസ്യൂസിന്റെ റോഗ്. അസ്യൂസ് ആണോ എന്തായാലും അവരുടെ ആ ഒരു ഫോൺ പോലെ തന്നെ ഒരു ഇൻഫിനിക്സിന്റെ ഒരു ബഡ്ജറ്റ് ലെവൽ ഫോൺ വരുന്നുണ്ട്. അതായത് എയർ ട്രിഗർ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫോൺ ഇപ്പൊ ഇൻഫിനിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ പ്രൈസും വരത്തില്ല, എന്നാലും ചെറിയ പ്രൈസും ആയിരിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഒരു ഗെയിമിംഗ് ഫോൺ ഇറക്കുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 30,000-35,000 രൂപ അതിന് മുകളിലേക്ക് എന്തായാലും ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് ഓഫ് ഫോൺ പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇതിന്റെ ചിപ്സെറ്റ് ഏതാണെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ റിവീൽ ചെയ്തിട്ടില്ല. ആകെ റിവീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ 120 FPS BGMI ഗെയിം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസൈനൊക്കെ ആണെങ്കിലും ROG ഫോൺ പോലെ തന്നെയാണ്. ബാക്കിലൊക്കെ ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈൻ വൈസും ആ ഒരു ഗെയിമിംഗ് ഫോൺ എങ്ങനെയാണുള്ളത് ആ ഒരു എക്സാക്ട് ഡിസൈനിലൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ വരുന്നത് അടുത്ത മാസം 3-ാം തീയതിയാണ് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് വെച്ചിട്ടുള്ളത്. സോ ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ, ഒരു ബഡ്ജറ്റ് ലെവൽ ഇവർ പറയുന്നുണ്ട് സെഗ്മെന്റിൽ ഫസ്റ്റത്തെ എയർ ട്രിഗറൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പൊ എന്തായാലും ഒരു ബഡ്ജറ്റ് ലെവൽ ഒരു 30,000 ഒരു മിഡ് റേഞ്ച് ലെവലിലൊക്കെ ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിമിങ്ങിന് മാത്രമായിട്ടുള്ള ഫോൺ വരുന്നുണ്ട് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടെക് ന്യൂസ് പറയാനുള്ളത്. അധികം ഫോൺസ് ആണ് ഈ ഒരു ഇനിയിപ്പം അടുത്ത ആഴ്ച നാളെ തൊട്ട് പരപര അങ്ങ് ഫോണൊക്കെ ഇറങ്ങിയാണ്. പുതിയ അൽക്കാട്ടിൽ നിന്നും ബ്രാൻഡൊക്കെ ഫോണൊക്കെ ഇറങ്ങുന്നുണ്ട് 27-ാം തീയതി തന്നെ. അപ്പോൾ അങ്ങനെ ചറപറ ഫോണാണ്. അതിന് കഴിഞ്ഞ ശേഷം അടുത്ത മാസം ഫസ്റ്റ് വീക്കും ചാകര പോലെ ഫോൺസ് വേറെയും വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഫോൺസും വരുന്നുണ്ട്. പിന്നെ അപ്കമിങ് ഫോൺസിന്റെ വീഡിയോ ഞാൻ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമെന്റൽ സൈനിങ് ഓഫ്. ബൈ.